ചെറിയൊരു തമാശ പറഞ്ഞു തുടങ്ങാമെന്ന് ഓർത്താണ്. ഞാൻ നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചത്. ആദ്യമായിട്ട് അമേരിക്കയിലോട്ട് വരാൻ ചാൻസ് കിട്ടി. ബോംബെ എയർപോർട്ടിൽ നിന്ന് ആദ്യത്തെ സ്റ്റോപ്പ് ലണ്ടനിലായിരുന്നു. അപ്പം ഇംഗ്ലീഷൊക്കെ പറയാനുള്ളൊരു ട്രൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നത്തെ എയർപോർട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി അവിടെയുള്ള ഷോപ്പിലൊക്കെ പോയി ടെലിവിഷനൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. സന്തോഷ കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നു. അമേരിക്കയിൽ വന്നാൽ കുഴപ്പമില്ല, ഭാഷ കുഴപ്പമില്ലെന്ന്. അങ്ങനെ ഞാൻ ന്യൂയോർക്കിൽ വന്ന് ലാൻഡ് ചെയ്തു. ന്യൂയോർക്കിൽ വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കാലിഫോർണിയയിലുണ്ടായിരുന്ന എൻ്റെ വൈഫിനെ ഒരു കളക്ട് കോൾ വിളിക്കണമായിരുന്നു. ഓക്കെ. അപ്പോൾ കയ്യിലൊരു 10 സെൻറ്റിൻ്റെ ഡയമണ്ട് അതിട്ട് പബ്ലിക് കോളിൽ നിന്ന് വിളിച്ചു. ഞാൻ ഓപ്പറേറ്റർ പറഞ്ഞു എനിക്കിങ്ങനെ കാലിഫോർണിയയിൽ എൻ്റെ വൈഫിന് കളക്ട് കോൾ വിളിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന ഒരക്ഷരം അവർക്ക് മനസ്സിലാകുന്നില്ല. അവരെന്നോട് തിരിച്ചു പറഞ്ഞു എനിക്കും മനസ്സിലാകുന്നില്ല. അവസാനം അങ്ങോട്ട് ഇങ്ങനെ 3-4 പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, ഇത് കിട്ടുന്നില്ല. അവസാനം അവിടെ നിന്ന് ഒരു വെള്ളക്കാരനെ വിളിച്ച് ഞാൻ എന്നെ ഒന്ന് സഹായിക്കാവോ, എനിക്കൊരു കളക്ട് കോൾ നാട്ടിൽ ഇവിടെ കാലിഫോർണിയക്ക് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയാണ് സംസാരിച്ച് കണക്ട് ചെയ്തത്. അപ്പോഴെനിക്ക് മനസ്സിലായി നാട്ടിൽ നിന്ന് പഠിച്ച ഇംഗ്ലീഷും ആക്സെന്റും ഇവിടെ നടപ്പാകത്തില്ല, ഇവിടെ ശരിക്കെല്ലാം ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഞാനുള്ളത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ സാൻ ഹൊസെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന മിസ്റ്റർ ജോൺ ചാണ്ടി, സുഗു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വന്ന സാഹചര്യം ഒന്നുകൂടെ വിവരിക്കാമോ? സാൻ ഫ്രാൻസിസ്കോയിൽ എന്നാ വരാനുള്ള സാഹചര്യം? തീർച്ചയായിട്ടും. അങ്ങനെ 1975 ജൂലൈയിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. നാട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം വരുമ്പോൾ തന്നെ വൈഫും ബ്രദറിലും ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടി ധൈര്യം ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നടത്താമെന്ന്. ആദ്യമായിട്ട് ഒത്തിരി സന്തോഷത്തോടെ വന്നത്. ബിക്കോസ് നാട്ടിലെ ആ കാലങ്ങളിലെ എഞ്ചിനീയേഴ്സിന് ജോലിക്ക് വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, നല്ല കാര്യമാണെന്ന് ഓർത്താണ് ഇവിടെ വന്നത്. നല്ല ഭൂപ്രദേശം, മനുഷ്യർ, നമ്മൾ ഇടപെട്ടവരെല്ലാം വളരെ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും നമ്മളോട് ഇടപെട്ടു. ആദ്യത്തെ ഇന്റർനാഷണൽ ജേർണി ആണോ? എന്തോ ആദ്യത്തെ ഇന്റർനാഷണൽ ജേർണി എന്ന് പറയാം. ആദ്യത്തെ കാര്യം വെച്ചാൽ അതിന് മുമ്പുള്ള ഇന്റർനാഷണൽ ജേർണി എനിക്ക് ചെറുപ്രായമായപ്പോഴും, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ഫാദർ ആക്ച്വലി ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയിലായിരുന്നു കുറച്ച് നാൾ ജോലി ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ അവിടാണ് ഉണ്ടായത്. എവിടെ? ഇറാനിൽ ഉണ്ടായത്. അപ്പം എനിക്ക് 10 മാസം പ്രായമുള്ളപ്പം എൻ്റെ മദർ എന്നെ കൊണ്ട് തിരിച്ച് ഇന്ത്യ വന്നു. അങ്ങനെയാണ്, അതാണ് എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രാവൽ. പക്ഷേ ഞാൻ കൈക്കുഞ്ഞായിട്ട് വന്നുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രാവൽ. ബട്ട് ഫ്ലൈറ്റ് വാസ് ഗുഡ്. എല്ലാം ഭംഗിയായിട്ടൊക്കെ പോയി. ഇവിടെ വന്ന സമയത്ത് റിസീവ് ചെയ്യാൻ വൈഫ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നു. അപ്പം അന്ന് നാട്ടിലൊരു കാറൊക്കെ എന്ന് പറഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ തന്നെ വലിയ പ്രയാസമാണ്. വീട് അന്നത്തെ സാഹചര്യം അറിയാമല്ലോ. ഇവിടെ വന്നപ്പോൾ വൈഫിന് കാറുണ്ട്, ബ്രദറിലേക്ക് കാറുണ്ട്. അപ്പം അതൊക്കെ ഒന്നും അറിഞ്ഞില്ല. പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആയിരുന്നു. പക്ഷെ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇനി ഒരു ജോലി അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പം അന്നത്തെ രീതി അനുസരിച്ച് റെസ്യൂമൊക്കെ എഴുതി ഉണ്ടാക്കി ജോലിക്കാർഡൊക്കെ അപ്ലൈ ചെയ്തു. പല സ്ഥലങ്ങളും നമ്മൾ ജോലി ഇനിഷ്യലി ചെയ്തപ്പം പറ്റിയെന്ന് വെച്ചാൽ, ഒന്നാമത് ഈവൻ ദോ നാട്ടിലെ ഡിഗ്രി ഇവിടെ അക്സെപ്റ്റബിൾ ആണെങ്കിലും അവർ പറഞ്ഞു ഇവിടുത്തെ എക്സ്പീരിയൻസ് എനിക്കില്ല. അങ്ങനെ 2-3 മാസം, ഓൾമോസ്റ്റ് 4 മാസത്തോളം ജോലിയില്ലാതെ ഇരുന്നപ്പം നമ്മൾ മലയാളി പുരുഷന്മാരുടെയൊക്കെ പ്രയാസമാണല്ലോ ഭാര്യയുടെ ചിലവ് ജീവിക്കാന്നുള്ളത്. അത് കാരണം ഞാൻ പറഞ്ഞു എനിക്ക് മക്ഡോണൾഡ്സിലാണെങ്കിലും ഞാൻ ജോലി ചെയ്യാൻ പോവുക, ഞാനിവിടെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ് നന്നായിട്ട് പോയി. അന്നേരം എന്നിട്ട് ഒരു കമ്പനിയിൽ ഒരു സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി കിട്ടി. കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബ്രദറിലോ വഴി ഒരു സെമി കണ്ടക്ടർ കമ്പനിയിൽ ഒരു സാധ്യത, ഒരു സൂപ്പർവൈസറുടെ സാധ്യതയുണ്ട്. ജാപ്പനീസ് കമ്പനിയായിരുന്നു. അവിടെ ജോയിൻ ചെയ്തു. പക്ഷേ അവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. കൂടുതലും ജാപ്പനീസ് എഞ്ചിനീയേഴ്സും അമേരിക്കൻ എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറച്ച് പേരുടെ പഠിച്ചവർ, കുറച്ച് ജപ്പാനിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വന്നവർ. പക്ഷെ വെരി ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ ആ ടെക്നോളജി പെട്ടെന്ന് പഠിക്കാനും സാധിച്ചു. നമുക്ക് ഹാൻഡ്സ് ഓൺ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇടപെട്ടവരെല്ലാം നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പലപ്പോഴും എൻ്റെ ആക്സെൻറ്റിനെ കുറിച്ച് കളിയാക്കിയിട്ടുണ്ട്. നമുക്കുണ്ടല്ലോ. പിന്നെ ഇവൻച്വലി നമ്മൾ ഓരോന്നിങ്ങനെ പഠിച്ചു വന്നതേ ഉള്ളൂ. പൊതുവെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ വരുന്നവരെല്ലാം ഈ ടിവിയും അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അമേരിക്കൻ സീരിയൽസ് ആണ്, ദേ ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. അതുകൊണ്ട് വളരെ വളരെ എളുപ്പം അവർക്ക് അത് ഇന്ററാക്ട് ചെയ്യാനായിട്ട്. അറ്റ്ലീസ്റ്റ് മനസ്സിലാവും മിസ്റ്റേക്ക് എന്താണെന്ന് അവർ പറയുന്നെങ്കിലും മനസ്സിലാവും. മാത്രമല്ല ഇന്നത്തെ ജനറേഷന് ആക്ച്വലി പറഞ്ഞ
ഇവിടുത്തെ കൾച്ചറിന്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ട്. അവിടെ ഉണ്ട്. അവർ കാണുകയും ഇത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. നാട്ടിലെ പല കാര്യങ്ങളും ഇവിടുത്തെ തന്നെ കോപ്പി ചെയ്ത് പല കാര്യങ്ങളും അവിടെ വരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. അത് അതിന്റെ സ്പീഡ് ഇപ്പൊ കൂടി ഇവിടെ ഇറങ്ങുന്നതിന് ഉടൻ തന്നെ അവിടെ വരുന്നു എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സെമി കണ്ടക്ടർ കമ്പനിയിൽ കുറച്ചാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് മാറി വേറെ ഒരു ഓഫീസ് ഓട്ടോമേഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിൽ നമ്മൾ ഈ ഓഫീസിലേക്ക് വേണ്ടിയ ഈ ടൈപ്പിസ്റ്റിനൊക്കെ വേണ്ടിയ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ടൈപ്പ് റൈറ്റർ, ബേസിക്കലി അത് ടൈപ്പ് റൈറ്ററാണ്, അതുണ്ടാക്കുക. അപ്പോൾ അതിനുള്ള ഗുണം വെച്ചാൽ ഇവർ ടൈപ്പ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ടേപ്പിൽ റെക്കോർഡ് ചെയ്യും. അപ്പം ഒരു മാനേജറുടെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ വെട്ടിത്തിരിച്ച് തരുമല്ലോ. അപ്പൊ രണ്ടാമത് റീടൈപ്പ് ചെയ്യാതെ ഈ മാഗ്നറ്റിക് ടേപ്പ് ചെയ്യുന്ന അടുത്ത് കറക്ഷൻ മാത്രം ചെയ്ത് അങ്ങനെ ഒത്തിരി എഫിഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ അത് ചെയ്തു. ഇവിടെ വേറെ ഒരു വലിയ ഗുണം ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ദേ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഗ്രോ ആൻഡ് സ്റ്റഡി. ഞാൻ ഗോൾഡിൽ ചെയ്ത സമയത്ത് നമ്മൾ എഞ്ചിനീയറായിട്ട് വന്നെങ്കിലും ഒരു മാനേജ്മെന്റ് പൊസിഷനൊക്കെ വരുമ്പോഴത്തേക്ക് യൂണിറ്റിനു അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്. അപ്പോൾ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് ഫോർ നോൺ അക്കൗണ്ടിങ് മാനേജേഴ്സ് എന്നൊരു കോഴ്സ് അവർ ഷിക്കാഗോയിൽ നടത്തി. അവരെന്നെ ഇവിടുന്ന് വിട്ട് അതിന് ട്രെയിനിങ് തന്നു. അതുപോലെ അങ്ങനെ പല മാനേജ്മെന്റ് കോഴ്സസിനൊക്കെ ട്രെയിനിങ് തന്നു. അതൊക്കെ നല്ല നമുക്കൊരു ആഡഡ് ബെനിഫിറ്റ് ആയിരുന്നു ടു ഗ്രോ. ഇന്നത്തെ സ്കാനർ നമുക്കൊരു വെറും ടോയ് പോലെയാണ്. അന്ന് സ്കാനേഴ്സ് ഇല്ല. അന്ന് സ്കാനേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ മിലിറ്ററി മാത്രമാണ്. അത് വലിയ ഹ്യൂജ് മെഷീൻസാണ്. അപ്പോൾ ആ ഒരു ടെക്നോളജി എടുത്തിട്ട് അത് മിനിയേച്ചറൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമമായിരുന്നു. ഞങ്ങളൊരു 8 വർഷം വർക്ക് ചെയ്തു. ഞങ്ങളത് ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ വലുപ്പത്തിലാക്കി. അത് നല്ല സെയിലായിരുന്നു. അതിനുശേഷം നമ്മളിപ്പം നമ്മുടെ ഈ പ്രിൻ്ററിൻ്റെ കൂടെ ഒക്കെ കാണുന്ന സ്കാനേഴ്സ് ഇല്ലേ, ആ വലുപ്പത്തിലൊക്കെ ആക്കി. എന്നാൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. 8 വർഷം അവിടെ വർക്ക് ചെയ്തു. പക്ഷെങ്കിൽ ആ സമയത്തേക്ക് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് വലിയ ഹൈ ആണ്. സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ഏഷ്യ, ജപ്പാൻ, അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നമ്മളെക്കാളും ലോവർ കോസ്റ്റിൽ അങ്ങനെ വന്ന് ഈ കമ്പനി റാപ്പ് ചെയ്യേണ്ടി വന്നു. റാപ്പ് ചെയ്തതിന് ശേഷം ഇത്രയും മൊത്തം ഇൻഡസ്ട്രി നടത്തി നമുക്കൊരു ഇങ്ങനെ ജോലി ചെയ്യുന്ന ശമ്പളം കിട്ടുന്നല്ലാതെ അതിനപ്പുറത്തോടൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ഒരു പിസ്സ പാർലർ മേടിച്ചു. പിസ്സ പാർലർ മേടിച്ചു. അത് ഒരു 1.5 വർഷത്തോളം ഞാൻ നടത്തി. അത് കഴിഞ്ഞ ഒരു മാനേജറെ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് ഇൻഡസ്ട്രിയിലോട്ട് തന്നെ പോയി. അപ്പോഴത്തേക്ക് ഈ 1.5 വർഷം കൊണ്ട് ഈ ടെക്നോളജിയുടെ ഗ്രോത്ത് സോ ഫാസ്റ്റ്. നമ്മൾ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. അതുപോലത്തെ ഒരു വ്യത്യാസമാണ് ടെക്നോളജി വന്ന്. അതിന് തിരിച്ചു പോയി. അപ്പം ഞാൻ ആദ്യം തിരിച്ചു പോയി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഹാർഡ് ഡിസ്ക് മാനുഫാക്ചറിങ്. അത് ക്വാണ്ടം എന്ന് പറഞ്ഞ കമ്പനി. അവർ ആക്ച്വലി പഴയ വലിയ ഹാർഡ് ഡിസ്കും ഫ്ലോപ്പി ഡ്രൈവും ഒക്കെ മാറ്റിയിട്ട് ദേ വർ മേക്കിംഗ് വെരി സ്മോൾ ഹാർഡ് ഡ്രൈവ്സ്, 3.5 ഇഞ്ച് ഹാർഡ് ഡ്രൈവ്സ്. സോ അവരുടെ കസ്റ്റമർ ക്വാളിറ്റി ആൻഡ് സപ്ലൈ ക്വാളിറ്റി മാനേജറായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തു. അവരുടെ മാനുഫാക്ചറിങ് ഒക്കെ ജപ്പാനിലുണ്ടായിരുന്നു. സോ ഐ ഹാഡ് ടു ഗോ ആൻഡ് ഓവർസീ ദാറ്റ്. ഈ ഹാർഡ് ഡ്രൈവ് കമ്പനി ക്വാണ്ടം ഗോട്ട് അക്വയർഡ് ബൈ Seagate. Seagate still exists. ഇപ്പോഴും ഉണ്ട് അത്. Seagate is a big manufacturer of hard drives and enterprise systems and all this. I worked with them altogether. I worked 17 years in that company, and I retired from there. In between, there was an interesting thing. In between, one of my job was to get rid of my job. പറഞ്ഞ അങ്ങനെ മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. കാരണം because lot of things ഇവിടെ നിന്നുള്ള they were moving to Asia. ഈ cost of manufacturing ഉണ്ട്. So we had a association with Mitsubishi in Japan. So I had to move the technology from here to Japan and release it. So the company told me that my job is till July. So you help us to move everything. Then you have to go find your own job. So it's June. Very interesting thing happened because Silicon Valley is growing. So there are schools here. So there was a concern with the industry here that they're not producing enough technology-based kids in the schools because they're bringing in kids from outside the country and all this. So there's about a whole bunch of companies got together like IBM, HP, Bank of America, Applied Materials, Quantum. ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് they decided to form a consortium.
Okay. So the goal of the consortium was to combat the educational system and help them to really develop youngsters with technology background. Okay. So each company offered money and services to this consortium. And one of the things my company Quantum offered was that they said, okay, we'll give you 3 million in cash and we will give you 3 million in kind. The kind included any equipment they did, and they said we will loan you our executives for you to work with the school system. Okay. Me and another friend was the two. They asked us whether you want to work for the school system. After about a year, we released that curriculum. Then meantime, because I was working in the school, I always get my summer vacation, right? I don't have to go to work. Oh, okay. Yeah. So my nature, I don't sit still. I like to do something. So I went back to my own company. I said, hey, I am free this summer. Do you want me to do something? So I kind of helped them to audit, organize a few things. And then there was another opening that came up in the company, and then they took me back. Oh, okay. So that way, instead of letting go my job, I kind of jumped back Came into back. a job and just continued to do that. That's basically in 2010, I took the retirement. I took the retirement, it's not because of the age, because of a medical condition. Oh, okay. It's called Castleman's disease. So I had to take a medical time off. So ഈ സ്ഥലങ്ങളെ കുറിച്ച് ഒന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ Sure. സാൻ ഫ്രാൻസിസ്കോയിലാണ്. അതിന്റെ ഈ സിലിക്കൺ വാലി എവരിബഡി എല്ലാവരും കേട്ടിട്ടുണ്ട്. Mhm. അപ്പം സാനോസെ എന്നുള്ളത് കേട്ടില്ല, ആരും അധികം പേര് കേട്ടിട്ടുണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് ഈ സിലിക്കൺ വാലി എന്നുള്ളൊരു നെയിമിലേക്ക് ഇത് വന്നത്? എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഫോക്കസ്ഡ് ആയി എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തരാം. ആദ്യം ഞാൻ സാൻ ഫ്രാൻസിസ്കോ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറയാം. സാൻ ഫ്രാൻസിസ്കോ ഇവിടുത്തെ വലിയൊരു ബിസിനസ് സെന്ററാണ്, ഫൈനാൻസ് ആൻഡ് ബിസിനസ്. കാര്യം എന്താ വെച്ചാൽ പലരും കേട്ടിട്ടുണ്ടാകും കാലിഫോർണിയ ഗോൾഡ് റഷ്. Gold rush, yeah. California has got, so San Francisco was all the banking center. Yeah. But in the 1980s, there was a major earthquake and the whole city was demolished Oh, okay. and gone. Then it's all rebuilt after that. It's happening. Okay. So then if you come to the south, especially in this San Jose, Santa Clara, and go further south, these were all farmlands, very fertile farmlands. Okay. So they produced all kinds of vegetables here, tomatoes, peaches, plums, apricot, apples, and all other vegetables and all those. San Jose had most of the food processing or plants here. We have Del Monte, Heinz Ketchup, and other people who packs the pineapples and the fruits and all those packing companies. Yeah. Changes in the California started happening with electrical companies coming here, which is one was IBM, the other one was Xerox, Hewlett Packard, and then Texas Instruments, and later came National Semiconductor, Interland, all those. Those all happened later. Okay. So when those companies, the primary force behind that is Stanford University had a very good engineering program. People were coming to study there. It produced a lot of technically savvy people. So it was there before. ഇവരൊക്കെ വരുന്നതിന് മുമ്പ് Stanford is what started. Yeah. The story about Stanford is this whole land. Mr. Stanford was a indirect person. His son, they both died, and his wife donated the whole land. That's acres of land Okay. to Stanford Okay. as a university, because that's where their goal. Worked in IBM here in Carter Road and all this. They had houses here in San Jose. Okay. So that's where. Then later on, as the industry grew and more electronics industry started here, and there happened to be more finance available in this area. Okay. A lot of the entrepreneurs and also venture capitalists are in this Bay Area. Okay. But if stepping back into where the name Silicon Valley came from, silicon is a base material for all the semiconductor. Oh, okay. So that is all started here. That is why this whole name area is called Silicon Valley. Most of the company developed all these things. Okay. And those days, Apple was there, not there. All the other big companies, Compaq and all those, they're not. Dell, they were all not there. It all started here. Okay.
When I started the industry, basically Apple was in a garage. Steve Jobs and Wozniak, they were all working in the garage trying to figure out how to make these things work. And Ibada. It's in Cupertino. So don't do that. So that's how good San Jose grew. Then as the industry grew, most of these orchards all turned out to be houses later on. My first house I bought on Bernard Road, those days, in front of the house was all prune orchards. Oh, okay. That barely lasted for a year. Within a year, they plowed it out and houses came. Oh, okay. So that is how it grew. And because of the influx of people coming here and availability of job, the housing market started going up. Okay. Believe it or not, my first house I paid $56,000. Those days that was the price. That is right. Today the same house is over $1 million. Okay. That is how the price, the things of supply and demand has changed quite a bit. But how things also happened. When we bought the house, interest rate was like 9%. 9%. Okay. Now it is 3.5%. You can get it for 5%. You can get it. Yeah. Things like that. So that's how the Silicon Valley came through. Yeah. Then why it is not growing? Growing in the sense new communities are not coming, or because the space constraint, or It's getting very saturated. Now if you look at it, more multi-units are coming. Apartments and flats, high rises are coming. Okay. Because people want to stay closer to the work facility. Atmosphere. Yeah. There are places available further out. Oh, okay. But people say, commute is an issue. Unfortunately, California do not have a good public transportation system. Not like Chicago or New York. Subway and all those trains and everything, so easy. So here, you don't have choice but to have a car to go to work. And that, and so people don't want to stay too far out either. So that's a reason. And a lot of people I hear from YouTube and all those that a lot of people are leaving California, okay, to Texas, Florida, retiring to Florida and things like that, which is true in some sense. But with the same token, because of the innovations in technology and availability of the venture funds, more are coming too. Yeah. To add on to, if you look at the Central Valley of California, that is from Morgan Hill all the way up to before you reach Los Angeles, they are one of the best fertile land. It's all wineries and orchards and fruits and everything. Still, Yeah. California, between California in here, Central Valley, Napa, and Salinas, they produce more grapes and wines than even Italy. Okay. Strawberry farms, hills and hills of strawberries. A lot of wineries. Wineries are here too, So that is still maintained, and that's still a product. Yeah. Cattle is a big thing here. ഈ സിലിക്കൺ വാലിയിൽ പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് വന്നതിന്റെ കൂട്ടത്തിലുള്ളതാണ് ഈ ടെക് ബൂം എന്നുള്ളൊരു സംഭവം ഉണ്ടായി. പിന്നെ 2008 റിസഷൻ, അതൊക്കെ എന്തുമാത്രം സിലിക്കൺ വാലിയെ ബാധിച്ചു? The tech boom was a big thing that actually opened up the doors for a lot of our Indian community. But when the law came, some people did have to, lost their job. It was difficult. But one of the thing that I think, is that even now there are some people who are having, because the AI is a concern for a lot of people. Yeah. But just like initially when the internet came up, people said, okay, people are all going to lose their job. Yeah. What happened is that, yes, we did lose some job on the basic things, but new technology, new jobs were required. So people trained and transitioned. That's one good thing about here. They don't rely on one thing. If it is, this one changes, that's when, like when we had the law with the bust came, people tried to figure out what's the best way to continue, because they had to maintain a lifestyle. Even I'm very proud to say that some of our youngsters, they chose to be teachers. Okay. And they do an outstanding job, because there's a shortage of teachers here. They're not highly paid, but they're needed. And they went into teaching. And some of them, there is, which is also as a very things we can be proud of, is that husband and wife, if the wife lost a job or something like that, they decided to send their wife back to college
There are quite a few of them did their masters in Santa Clara University, and other colleges here even did PhD out of that. Okay. So the thing is, we are resilient. We have transition. Survival. Yeah. We have to survive. Yeah. But there are people, who had to sell their homes, go back, and things like that. But even today, there's a lot of fear about AI. Yeah. Being where I am today, I think people are still going to be needed. AI is not going to totally wipe away Yeah. all the needs. There are going to be other aspects of the AI Yeah. where people's intellect and their reasoning is required. AI can work from, neuro brain, some of the man-made intellect, but reasoning is very difficult. I mean, they're trying to do it. Yeah. But I may be wrong, but that's what I think. റിയൽ എസ്റ്റേറ്റ് ബബിൾ ഒക്കെ ഉണ്ടായില്ലേ അത് Real estate bubble, a lot of people lost money in the real estate, but at the same time, a lot of people took advantage of it because the value dropped, and whoever could afford it, they went and bought those. ടെക്കി കമ്പനീസിന്റെ ഒക്കെ ഷെയർസ് ഒക്കെ ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് ഈയിടെയൊക്കെ അതിനെപ്പറ്റിയൊക്കെ പല വാർത്തകളുണ്ടായിരുന്നു. ഭയങ്കര അപ്രീസിയേഷൻ ആണെന്നും അതുകൊണ്ട് ആളുകളുടെ കയ്യിലൊക്കെ ധാരാളം പണമുണ്ട്. ഈവൻ ജോലിക്കാർക്ക് പോലും കിട്ടിയിട്ടുണ്ടോ അവരുടെ ഷെയർ കമ്പനി, അവർ വർക്ക് ചെയ്യുന്ന കമ്പനികളിലുള്ള ഷെയർ ഒക്കെ. സോ റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് ഒക്കെ ഇപ്പം 2 million പറയുന്ന 3 million എടുക്കാൻ ആളുണ്ട്. അതുപോലെ ഡിമാൻഡിലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ട്രൂ, വെരി ട്രൂ. കാരണം വെച്ചാൽ ഈ ആദ്യകാലം തൊട്ടേ ഈ ഐ ഡോണ്ട് നോ ഇത് സിലിക്കൺ വാലി മാത്രമെന്ന് എനിക്കൊന്നുമില്ല, ഈ സിലിക്കൺ വാലിയിലുള്ള കമ്പനീസ് എല്ലാം somehow was found out that equity in the company is more productive than being laborers only. Right. അപ്പോൾ part of the company. കമ്പനികളെല്ലാം മാനേജ്മെന്റിലൊക്കെ they will give you a stock or stock purchase plan, stock option plan, ഇതെല്ലാം കൊടുക്കും. But because the industry grew, some of the stocks are worth a lot of money for people. മനസ്സിലായി? മാത്രമല്ല ഇപ്പൊ സാലറി ലെവൽസ് ആർ ഓൾ 6 digits ആണ് എല്ലാ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ. 2 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ഇല്ലേ? പക്ഷെങ്കിൽ ഈ 3 million ഒക്കെ വീട് മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് they will have to tighten for a while. ഈ 3 million വീടിന് $6,000 or $7,000 monthly payment കൊടുക്കണം. So that all things you have to manage, but money is there. അല്ല പറഞ്ഞു ഈ ഷെയർ ഉള്ളതുകൊണ്ട് ഷെയർ കുറെ വിറ്റാലും എന്റെ ഡിഫറൻസ് പേ ചെയ്യാം. ഐ മീൻ ലൈക്ക് 3 million വീടാണെങ്കിൽ 1.5 ഒക്കെ റെഡി കൊടുത്ത് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് you have to put at least 20%. 20%. So that അത് കൂടുതലിടുന്ന അനുസരിച്ചിരിക്കും. That's the only way our people are affording it. Yeah, that's right. അല്ലാതെ പഴയ പോലൊന്നുമില്ല. ഞാൻ അവിടുത്തെ ടെക്സസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ധാരാളം ചൈനീസ് ആൾക്കാർ അല്ലെങ്കിൽ ഇന്തോനേഷ്യ ആ സൈഡിൽ നിന്നുള്ള ആൾക്കാർ വളരെ കൂടുതലായിട്ട് ഇവിടെ ഒത്തിരി ഏഷ്യൻസ് ഉണ്ട്. ഏഷ്യൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് ആക്ച്വലി ഇന്ത്യൻസ് ഓൾസോ. ഇപ്പൊ ഇവിടുത്തെ മലയാളി അസോസിയേഷന് തന്നെ ഓൾമോസ്റ്റ് 2000 കൂടുതൽ കഴിഞ്ഞ ഓണം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ. ദാറ്റ്സ് ഹൗ ബിഗ് ഇറ്റ് ഈസ് എനിമോർ. ചൈനീസ് ഒത്തിരി ഉണ്ട്. പിന്നെ ചൈനീസ് പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ ഗോൾഡ് റഷ് ഏരിയ ടൈമിൽ ആണെന്ന് തോന്നുന്നു ഇവിടെ റെയിൽ റോഡ് വർക്കേഴ്സായിട്ട് ചൈന എന്നുള്ള ഒത്തിരി പേര് വന്നായിരുന്നു. അപ്പൊ അവരായിരുന്നു ഇവിടുത്തെ നമ്മുടെ പറയും ഡോത്തി എന്ന് പറയത്തില്ലേ, തുണി അലക്കുന്നവര്. ഇവ ചൈനീസ് ആയിരുന്നു. അവരെ കൺസിഡർ ടു ബി എ ലോവർ ക്ലാസ് അന്ന്. ഇപ്പൊ അവർ നമ്മളെക്കാളും മനസ്സിലാട്ടോ. അത് അങ്ങനെയായിരുന്നു അവർ ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഈ വേൾഡ് വാർ വന്നപ്പോഴത്തേക്ക് ഈ ചൈനീസ് ആൻഡ് ജാപ്പനീസ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അരപ്പിടിച്ച് ക്യാമ്പിനകത്തൊക്കെ കേട്ടത്. അങ്ങനെ ഒത്തിരി ചൈനീസ് വന്നു. ബിക്കോസ് ദേ ക്യാൻ കം ടു ഹവായി ആൻഡ് ഗെറ്റ് ഹിയർ. അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. പിന്നെ നൗ ഓൾ ദോസ് വന്നവരല്ല ദർ ഓൾ എന്റർപ്രന്വേഴ്സ്. അവർ ബിസിനസ്, ഒന്നിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് തോന്നുന്നത്. ഇപ്പം സാൻ ഫ്രാൻസിസ്കോയിൽ ഐഡോ സാറിന് പോകേണ്ടത് തോന്നുന്നത്, യു ഗോ ടു ചൈന ടൗൺ. പോയില്ല. They have more Chinese population than anywhere outside China. അതുപോലെ ഈ ടെക്കീസും ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു സാധാരണ രീതിക്ക് നമ്മൾ ഇവിടുത്തെ രീതിക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലും almost guaranteed that you are either seeing an Indian doctor or a Chinese or a Korean doctor. Very few. I mean, there are equal number of whites, but
there's always കൂടുതൽ doctors എല്ലാം highly educated people are there in Chinese also. Yeah. അവർ പേരൻസ് വർക്ക് ചെയ്ത് അവർ ചെറിയ ടീ ഷോപ്പ് നടത്തിയാലും വർക്ക് ചെയ്ത് പിള്ളേരെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെയാണ്. പിന്നെ ലെമൺ ഉണ്ട്. 360 ദിവസം ഓക്കെ 360 ദിവസവും ഓ ശരി. കണ്ടോ പച്ച ഒരുപാടുണ്ട്. ആ പഴുത്തതിനകത്ത് കിടപ്പുണ്ട്. താഴത്തേക്ക് പറിച്ചു പറിച്ചു. ആ ഞങ്ങളവിടെ പോകുന്ന ഞങ്ങളുടെ കോളനിയുടെ അവിടെ ഇങ്ങനെ വഴിയിലൊക്കെ ഇങ്ങനെ വെച്ചേക്കും, ആൾക്കാർ ആവശ്യമുള്ളവർക്ക് എടുത്തോണ്ട് പോകാൻ വേണ്ടി. അപ്പം ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അവരുടെയൊക്കെ ഒരു രീതി നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന രീതിയായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ ആൾക്കാരെ കൊണ്ട് എന്തുമാത്രം സാധിക്കുമായിരുന്നു. അത് ഔട്ട് ഓഫ് കൺട്രോൾ. ഈ ആദ്യ കാലങ്ങളിൽ ഇത് വളരെ പ്രയാസമുള്ള കാര്യം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്ത് ഇവര് ഞാൻ പറയുന്ന സാധനം എൻ്റെ അഭിപ്രായത്തിൽ പറയും 3 കൾച്ചറാണ് ഇവർ ഫേസ് ചെയ്യുന്നത്.